ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നല്ല പറയണം, മോൾ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിയാണ്. അന്ന് പാർക്കുട്ടീൻ്റെ 4th ഡെലിവറി സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഡെലിവറി സ്റ്റോറി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ ഞാനത് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നു. നമുക്കിന്ന് ആ വീഡിയോയിലേക്കാണ് ആ ഒരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഒരു 1.25 വയസ്സാകുമ്പോഴേക്കും ആദ്യത്തെ കുട്ടീനെ പ്രസവിച്ചു. 1.25 വയസ്സാകുമ്പോഴേക്കും ഞാൻ സെക്കൻഡ് ഇതായി. അപ്പോൾ 7th 8th ഒരു 8ാം മാസം വരെയൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ വളരെ നോർമലായി നടക്കുകയൊക്കെ ചെയ്യും. 8ാം മാസം കഴിഞ്ഞ് ഒരു 14-ാം തീയതി മുതൽ എനിക്കൊരു ചുമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിനെ അപ്പോൾ തന്നെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചുമക്കുള്ള മരുന്ന് കഴിച്ചാൽ ഒന്നും കുഴപ്പമില്ല. അങ്ങനെ 15-ാം തീയതി വൈകുന്നേരം രാവിലെയൊക്കെ ഇത്തിരി ലൈറ്റായിട്ട് തന്നെ ചുമയുണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം ഏട്ടൻ റെഡിയാകുമായിരുന്നു. ഒരു കല്യാണം 16-ാം തീയതി ഉണ്ട്. അപ്പോൾ 15-ാം തീയതി പോകാൻ വേണ്ടി റെഡിയാകുകയാണ് വൈകുന്നേരം. അപ്പോൾ എന്തോ പോണോ വേണ്ടോ മനസ്സായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം പോലെ ആൾക്ക് പോകാൻ തോന്നിയില്ല, അങ്ങനെ ഇരുന്നു. അപ്പോൾ ഫോണില്ല, ഞാൻ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാ പറഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് 9 അല്ലെങ്കിൽ 9:30 10 മണിയാകുമ്പോൾ കിടക്കുന്ന ആൾ 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും 8:45 9 മണിയാകുമ്പോഴേക്കും കിടന്നു. അത് കഴിഞ്ഞതും ഒരേ ചുമ വന്നു. എൻ്റെ മോന് 1.25 വയസ്സ്. അപ്പോൾ അങ്ങനെ കിടന്ന് ചുമയ്ക്കുമ്പോൾ അവ എനിക്കിവിടെ ഒഴിഞ്ഞു തരുമായിരുന്നു. പുറമെ ഒഴിഞ്ഞു തരും, വാവു പറഞ്ഞിട്ട് ഒഴിഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചുമ കൂടി അങ്ങനെ നിർത്താണ്ടായി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ചുമച്ചു. അപ്പോൾ വേഗം അമ്മ അവിടുന്ന് ഏട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എണിച്ച് ചായയൊക്കെ വെച്ച് തന്നു. അത് കുടിച്ചിട്ടൊന്നും ചുമ മാറേണ്ട ലക്ഷണമില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ശ്വാസം മുകളിലേക്ക് കിട്ടാണ്ടായി. എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. വേഗമായിട്ട് പിന്നെ അപ്പോഴേക്കും വണ്ടി വിളിച്ചു. വണ്ടി രാത്രി 10-10:30 വണ്ടി കിട്ടാനും. വണ്ടി ഇവിടെ മാമിൻ്റെ അവിടെയൊക്കെ കാറുണ്ട്, പക്ഷെ ഡ്രൈവർ ഏട്ടന് കാർ ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ഡ്രൈവറില്ല. അങ്ങനെ എങ്ങനെയൊക്കെ വിളിച്ച് വണ്ടി റെഡിയാക്കി. പിന്നെ വണ്ടി വീട്ടിൻ്റെ മുന്നിൽ വരില്ല, കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ എനിക്ക് നടക്കാനും പറ്റില്ല. പിന്നെ ഏട്ടൻ അങ്ങനെ എന്നെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എല്ലാവരും ഇതാണ്. അപ്പോൾ ഏട്ടൻ അങ്ങനെ എന്നെ എടുത്ത് വേഗം കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടാക്കി വേഗം ജില്ലാ ആശുപത്രി പാലക്കാട് എത്തിച്ചു. അവിടെ കൊണ്ടുപോയി ഗൈനക്കോളജി ഡോക്ടർ നോക്കിയിട്ട് ഇവിടെ വേഗം നിങ്ങൾ അപ്പുറത്തെ ആശുപത്രിയിൽ പോയി, ജില്ലാ ആശുപത്രിയിൽ തന്നെ വേറെ വേറെ മുകളിൽ CR ഹാർട്ടിൻ്റെയൊക്കെ നോക്കണം, അവിടെ വെന്റിലേറ്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിലാണ് പോയത്. അവിടെ എത്തി ആദ്യമായി എന്നെ ആംബുലൻസിൽ, ഞാൻ ജീവിതത്തിൽ ഇതുവരെ കയറാത്ത ആംബുലൻസിൽ എന്താ പറയുക, അതിൽ കയറ്റി ആ ഒരു നിമിഷമില്ലേ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ജനുവരി 15-ാം തീയതി എന്തായിരുന്നു. അയ്യോ, ഞാൻ ജീവിച്ചിരിക്കുന്നേ ഈ ആംബുലൻസിൽ കയറി. പിന്നെ വിചാരിച്ചില്ല. പിന്നെ വേഗം അവരവിടെ കൊണ്ടുപോയി വേഗം നോക്കി വേഗം വെന്റിലേറ്ററിൽ കിടത്തണം പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് പിന്നെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഒന്നും കേൾക്കാനുള്ള അവസ്ഥയില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എല്ലാ ഡോക്ടർമാരും വന്നു. ഗൈനക്കോളജിൻ്റെ വന്നു, ഹാർട്ടിൻ്റെ വന്നു, പിന്നെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ അവസാനം അവർ പറഞ്ഞു ഹാർട്ടിലാണ് കംപ്ലൈൻറ്റ്, ഹാർട്ടിൻ്റെ വാൾവ് ചുരുങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു. ചുരുങ്ങുക മീൻസ് പെൺകുട്ടികൾ ചെറുതായി കുഞ്ഞിലെ വീഴില്ലേ, കപ്പടച്ച് വീഴുക, അതൊക്കെ അപ്പം അറിയില്ല. അപ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇതേപോലെ എന്നെപ്പോലെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഡെലിവറി ആകുമ്പോഴാണ് അതിൻ്റെ ഇത് വരിക, ദോഷം. അപ്പോൾ എന്താ ഞാൻ എനിക്ക് നേരെ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു. പക്ഷേ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, കൂടുതൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്താണ് പറഞ്ഞത്. അപ്പോൾ അപ്പോഴേക്കും ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. അനക്കൊന്നുമില്ല, കുട്ടിക്ക് വെള്ളവുമില്ല. പിന്നെ ഹാർട്ടിൻ്റെ ഡോക്ടർ വെള്ളം അധികം കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കുടിച്ചാൽ മതി, ദൈവത്തിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കുക, അതാ നമുക്ക് ചെയ്യാനുള്ളൂ പറഞ്ഞു സിന്ധു മേഡം. പിന്നെ ഹസ്ബൻഡ്, ഞാൻ അങ്ങനെ ഇന്നല്ല ഒരേ കരച്ചിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളിനെ കിട്ടുള്ളൂ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുട്ടി പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ വൈഫ് മതി പറഞ്ഞു. അതൊക്കെ ഒരു വൈഫ് മതി പറഞ്ഞു. പിന്നെ പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് ഒരു 5-6 ദിവസം അവിടെ കിടന്നു. ഒരു 7 ദിവസം കിടന്നു. പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് അവരിവിടെ പറ്റില്ല, നിങ്ങൾ മുളങ്കുന്നത്ത് കൊണ്ടുപോകണം, തൃശ്ശൂർ പറഞ്ഞു. അങ്ങനെ മുളങ്കുന്നത്തെത്തി.
മുളങ്കുന്നത്ത് പോയിട്ട് അവിടെ ഒരു ദിവസം ഇന്ന് വൈകുന്നേരം കൊണ്ടുപോയി പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ അവിടെയും പറ്റില്ല പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കി വിട്ടു. നേരെ കോഴിക്കോട് കൊണ്ടുപോയാലേ നിങ്ങൾക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കോഴിക്കോട് പോയി. അപ്പോഴൊന്നും എനിക്കറിയില്ല എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഇങ്ങനെ വയ്യാത്തതാണ്, ഹാർട്ടിന് പ്രോബ്ലം ഒന്നും എനിക്കറിയില്ല. എനിക്കൊന്നും ഒന്നേ അറിയുള്ളൂ, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതാണ് ഇവരിങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ അങ്ങനെ കൊണ്ടുപോയി കോഴിക്കോട് എത്തി. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുമ്പോഴാണ് അവർ പറഞ്ഞത് നമ്മളെ ഹാർട്ടിനാണ് കംപ്ലൈൻറ്റ്, നീ ചെറുപ്പത്തിൽ എവിടെയും വീണിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയാണ് കുഴപ്പം, കുട്ടിക്ക് കുഴപ്പമില്ല, പക്ഷേ കുട്ടിക്കൊരു കുഴപ്പമില്ല, പക്ഷെ വയറ്റിൽ വെള്ളവും ഇല്ലാത്തത് കൊണ്ട് കുട്ടിക്ക് അനക്കമൊന്നുമില്ല. അപ്പോൾ കുട്ടിയൊന്ന് വെയിറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് എന്താ നോക്കാം പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി എന്നൊക്കെ കിടക്കാമെന്ന് പറഞ്ഞ് ഫെബ്രുവരിയിലാണ് ഡേറ്റ്, ഫെബ്രുവരി അവസാനമാണ് ഡേറ്റ്. അപ്പം അങ്ങനെ പോയി. അവിടെ പോയപ്പം അവർ അഡ്മിറ്റാക്കി. അപ്പോൾ അപ്പോഴും അവർ പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കുട്ടി വേണം, അമ്മ ആരെയും ഒരാളിനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു കുട്ടി പോയാലും ആൾക്കൊന്നുമില്ല, ഭാര്യയ്ക്കൊന്നുമില്ല ഉണ്ടാകുന്ന. ഭാര്യ കോഴി കൂകിയതാണ് കേട്ടോ, ഈ കോഴി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവമേ എനിക്കെന്തെങ്കിലും സംഭവിച്ചില്ല, എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു മാസം അവിടെ കിടന്നു. ഒരു മാസം കിടക്കുക പറഞ്ഞാൽ ഭയങ്കര ബോർ. കാരണം അപ്പം എനിക്ക് ആ ഹാർട്ടിൻ്റെ ബലം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ യാതൊരു കോഴി ഇടയ്ക്കിടയ്ക്ക് കൂടുന്നു, യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ തിരിച്ചു വരിക ചിലപ്പോൾ വണ്ടി യാത്ര ചെയ്ത് ഇനിയും ഇതാവോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അഡ്മിറ്റ് ആക്കിയതാണ്. ഞാൻ ചെയ്തൊരു ഹസ്ബൻഡ് അപ്പം തുടങ്ങി വീട്ടിലേക്കും പോയിട്ടില്ല, ഞാനും എൻ്റെ അമ്മയും ഏട്ടനും തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞു കുട്ടീനെ 1.25 വയസ്സ് കുട്ടീനെ നോക്കിയിരിക്കല്ലേ, അപ്പോൾ അത് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, അവിടെ കിടന്ന് എന്നും കൊത്തുക്കടി പറഞ്ഞ് എന്നും വെളുക്കണം. കാരണം നമുക്ക് വെറുതെ ഇങ്ങനെ കിടക്കുക, പണിക്ക് പോകാൻ പറ്റില്ല, പൈസ അതെല്ലാം. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് പോകാൻ പറ്റില്ല, കുട്ടീനെ നോക്കിയിരിക്കണം. എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ അമ്മ അവിടെ, അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ ഏട്ടൻ നീ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ശരിയാവും പറയും. പക്ഷെ ഞാനതങ്ങനെ ഇതാക്കില്ല, ഏട്ടനെ ചീത്ത പറഞ്ഞ് അങ്ങനെ ഇതാക്കും. അപ്പം എല്ലാവരും അവിടെ ചോദിക്കും നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, അത്ര സ്നേഹമൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ നല്ല സിസ്റ്റർമാരൊക്കെ ഡോക്ടർമാരടക്കം ചോദിച്ചിട്ടാണ് നല്ല അറേഞ്ച് മാരേജ് ആണ് എന്നൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഒരു ഫെബ്രുവരി 18 തീയതിയാണ് 2017 ഫെബ്രുവരി 18 അവന് പ്രസവിച്ചത്. അപ്പോൾ 17 തീയതി ഇതേപോലെ ഭയങ്കര പണക്കുമായിരുന്നു. വൈകുന്നേരം ഇങ്ങനെ നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കുള്ളൂ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്താ പറയുക, അങ്ങനെ പറഞ്ഞ ആൾ ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം പോയി താഴെ പോയി കിടക്കാൻ പോയി. അപ്പോഴേക്കൊരു 7 മണിക്ക് ആൾ പോയി. 7 മണിയായ ഹസ്ബൻഡ് ആണെങ്കിലും വെളിയില്ല കോട്. അപ്പോൾ 7 മണിക്ക് പോയി. അപ്പം ഇങ്ങനെ പിണങ്ങിയിട്ടാണ് പോയത്. ഞാൻ കുറേ ചീത്ത പറഞ്ഞു വിട്ടു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങനെ ആൾ വെളിയിൽ പോയി കിടന്നു. അത് എന്നും സൈലൻ്റ് ആക്കാത്ത ആൾ അന്ന് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി സൈലൻ്റ് ആക്കി. അല്ലെങ്കിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു 5-6 പ്രാവശ്യം ഇനി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സൈലൻ്റ് ആക്കി കിടന്നു. ഞാനപ്പോൾ അമ്മായി അവിടെ തൊട്ട ബാർഡല്ലേ, അപ്പം നിറയെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നല്ല ഇതിൽ ചിരിച്ചിരുന്നതും ഒരേ ചിരിച്ചു. അവരെന്തൊക്കെയോ തമാശ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിരിച്ചതും എനിക്ക് വയറെന്തോ പോലെ. പെട്ടെന്ന് അമ്മ എനിക്ക് വിശക്കണം, എനിക്ക് കുറച്ച് ചോറ് വേണം പറഞ്ഞു. അപ്പം അമ്മ അത്ഭുതത്തോടെ നോക്കിയിട്ട്, അല്ലെങ്കിൽ 10 മണിയിൽ ചോറിനാൻ പറഞ്ഞാൽ കേൾക്കാത്ത ആൾ ഇപ്പം എന്ത് 7:30 ആകുമ്പോഴേക്കും അമ്മ എനിക്ക് കുറച്ച് ചോറ് മീൻ ചാറ് ഒഴിച്ചിട്ട് വേണം പറഞ്ഞു. അപ്പം ശരി പറഞ്ഞ് തന്നു. 4 വായി ഉണ്ടിട്ടില്ല, 2-3 വായി ഉണ്ടുമ്പോഴേക്കും വാട്ടർ ബ്രേക്കായി. അങ്ങനെ വേഗം ഡോക്ടർ സിസ്റ്ററിനെയും വിളിച്ചു. വേഗം അവർ ഹാർട്ടിൻ്റെ ഡോക്ടർ എല്ലാവരെയും വിളിച്ച് വേഗം ലേബർ റൂമിൽ കൊണ്ടുപോയി. ലേബർ റൂമിൽ അത് മെയിനായ കാര്യം പറയാൻ പറഞ്ഞു. ഇങ്ങനെ വാട്ടർ ബ്രേക്കായി വേഗം ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണേയില്ല, സൈലൻ്റാണ്. ഡോക്ടേഴ്സും എല്ലാവരും ഫോണിൽ ട്രൈ ചെയ്തു, കിട്ടണില്ല. പിണങ്ങിയപ്പോൾ സൈലൻ്റ് ആക്കി വെച്ചതാണ്. അപ്പം അങ്ങനെ ഇതായി. എന്നിട്ട് വാട്ടർ ബ്രേക്കായി. അങ്ങനെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ഇവർ മൈക്കിൽ സെക്യൂരിറ്റിൻ്റെ അടുത്ത് താഴെ നിന്ന് വിളിച്ച് പറഞ്ഞ്, അപ്പോഴേക്കും മൈക്കിൽ പറഞ്ഞപ്പോൾ വേഗം ആളെ കേട്ടിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ലേബർ റൂമിൻ്റെ വെളിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ആളവിടെ എത്തി. അങ്ങനെ വന്ന് ലേബർ റൂമിൽ കയറ്റുമ്പോൾ ഈ മറ്റേ ഇതിൽ ബെഡിൽ കിടത്തുമ്പോൾ
ചുറ്റും എന്താ പറയുക, ഹാർട്ട് ഡോക്ടറുണ്ട്, അനസ്തേഷ്യ ഡോക്ടറുണ്ട്, ഗൈനക്കോളജി ഡോക്ടറുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട് മൂന്നും. ഞാൻ നടക്കും. ഞാൻ അത്ഭുതപ്പെട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നോക്കുക. നല്ല വേദനയുണ്ട്. വേദനയുണ്ട്, പക്ഷേ അന്ന് വേദനയ്ക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കണ്ട, നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഓപ്പറേഷൻ എന്തെങ്കിലും പറ്റുള്ളൂ പറഞ്ഞു. അയ്യോ, ആദ്യത്തെ സുപ്രസവം. ഓപ്പറേഷൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ അനസ്തേഷ്യ കൊടുക്കും. എനിക്ക് ഓപ്പറേഷൻ ആയി അപ്പോൾ സെക്കൻഡ് ഓപ്പറേഷൻ കുഴപ്പമില്ല എന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ അവർ ഒരു ഇത് പറഞ്ഞു, അനസ്തേഷ്യ ഡോക്ടർ എന്ത് പറഞ്ഞു, ഓപ്പറേഷൻ മയക്കുമ്പോൾ ചിലപ്പോൾ സപ്പോസ് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഈ വാൾവ് ചുരുങ്ങിയത് കൊണ്ട് ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും വരുന്നില്ല, ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ല, പക്ഷെ അതിന് നമുക്ക് ചാൻസ് ഇല്ല, ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ പറഞ്ഞു. നമ്മൾ ബെഡിൽ കിടക്കുകയാണ്, എന്താ ചെയ്യുന്നു പറഞ്ഞ് അവർ അന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് നേരത്തെ വാങ്ങി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ശരി, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ പിന്നെ കയറ്റി എല്ലാ സാധനവും അതിൻ്റെ എല്ലാം റെഡിയാക്കിയിട്ടാണ് എന്നെ കയറ്റിയത്. എല്ലാം കയറ്റി എന്താ പറയുക, ഏത് ദൈവമാണോ തുണച്ചെന്ന് എനിക്കറിയില്ല. അവരെല്ലാം ഗ്ലൗസൊക്കെ ഇട്ട് എടുക്കുമ്പോഴേക്കും ഞാനിവിടെ ഡെലിവറി കഴിഞ്ഞു, ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു. എന്നിട്ട് ആ സിസ്റ്ററും ഡോക്ടറും കൈയെടുത്ത് ഇങ്ങനെ കോപ്പിയിട്ടാണ്. അതൊന്നും മറക്കാൻ പറ്റില്ല. സമ്മതിച്ചു. ഇത്രയും വേദന വന്നിട്ടടക്കം ഒരു വാ കൊണ്ട് കരയാതെ എങ്ങനെ വന്നു. അപ്പം എനിക്കറിയില്ല, എനിക്ക് ദൈവം ഇതുണ്ട്, അല്ലെങ്കിലും തന്നെ ദൈവം നന്നായി തണച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഡെലിവറി നടക്കില്ലായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും പറഞ്ഞു. പിന്നെ കുട്ടീനെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ചത് ആണോ പെണ്ണോ എന്നല്ല, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പറയാനായിട്ടില്ല പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ആൺകുട്ടിയാണ്, 2500 വെയിറ്റ് ഉണ്ട് പറഞ്ഞു. ദൈവമേ, ഞാൻ എന്താ പറയുക, ദൈവമായ ദൈവത്തിനെയൊക്കെ വിളിച്ച് സുപ്രസവവും എനിക്ക് അറിയാത്ത സന്തോഷവും കരച്ചിലും എല്ലാം വന്നു. ഡോക്ടർമാർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ഹാർട്ടിൻ്റെ അറിഞ്ഞിട്ടുള്ളൂ ഈ മാസം വാൾവിൽ ഇത്രയേ ഉള്ളൂ വാൾവ് ചുരുങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് സ്ട്രെസ് ചെയ്യാനൊന്നും ഒന്നും പറ്റില്ല ആ ഡെലിവറി സമയത്ത്. എന്നിട്ടും പ്രസവിക്കുക പറഞ്ഞാൽ നമുക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും നമുക്ക് ഇതാവാം. നേരത്തെ കൂട്ടി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതാവും. ഇതൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, അങ്ങനെ ഒരു ദൈവം നന്നായി തളച്ചു. എന്നിട്ട് ആ ആൺകുട്ടിയാണ്, 2500 പറഞ്ഞു. പിന്നെ എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അങ്ങനെ 5 ദിവസം അവിടെ കിടന്നു. പക്ഷെ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി നിർത്താൻ മാത്രം പറ്റിയില്ല. അവർ പറഞ്ഞു അനസ്തേഷ്യ ഇനി കൊടുക്കാൻ പറ്റില്ല, താങ്ങില്ല. അപ്പോൾ ആൾക്ക് കോമ സ്റ്റേജ് എന്തെങ്കിലും വരും, അതുകൊണ്ട് ചിലപ്പോൾ ആൾ പോകാൻ തന്നെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡെലിവറി നിർത്താൻ പറ്റില്ല, നമുക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ 5 ദിവസം കിടന്ന് ഡിസ്ചാർജ് ആക്കി, ഞങ്ങൾക്ക് കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ ആ ഡോക്ടർ ഒരു കാര്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഡെലിവറി നിർത്താൻ പറ്റില്ല, നിങ്ങൾ തന്നെ ഡെലിവറി നിർത്തണം. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ഇനി ഒരിക്കലും അവർ ഡെലിവറി ആവാൻ പാടില്ല, ഇനി ഒരിക്കലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആളുടെ ജീവൻ പോകുമ്പോൾ. അതിനുശേഷം ഞാൻ 2 കുട്ടികളെ പ്രസവിച്ചു. എല്ലാ ഡോക്ടർമാരൊന്നും ശരിയാണ്, പക്ഷെ ദൈവം കാത്തു എന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ആവാൻ പറ്റില്ല, അവിടുന്ന് ഡിസ്ചാർജ് ആക്കി തന്നു. പിന്നെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പിന്നെ അവർ ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ചെക്കപ്പിന് വന്നു, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞ്. പിന്നെ കുട്ടിക്ക് 90 ദിവസം 90 ആയിട്ടില്ല, അപ്പോഴേക്കും എന്നെ അഡ്മിറ്റാക്കി. അവിടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഓപ്പറേഷൻ വാൾവിൻ്റെ BMW സർജറി ആയിരുന്നു. അതായത് ബലൂൺ സർജറിയാണ് കഴിഞ്ഞത്. പിന്നെ അത്ര റിസ്ക് ഇല്ലല്ലോ, പഴയതുപോലെ കീറി മുറിക്കൊന്നും അല്ലല്ലോ, ഇപ്പോൾ കമ്പ്യൂട്ടർ വഴിയല്ലേ. പിന്നെ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഇതുവരെ യാതൊരു കുഴപ്പമില്ല. എന്താ പറയുക, ഇതുവരെ കുഴപ്പമില്ല പറഞ്ഞാൽ അവർ പറയുന്ന ഡെലിവറി സമയത്താണ് നമുക്കിങ്ങനെ ഈ പ്രോബ്ലം വരുന്ന ബുദ്ധിമുട്ട്, അതുവരെയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഒരിക്കലും ഡെലിവറി ആവരുതെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ് അയച്ചു വിട്ട്. പക്ഷേ എന്താ പറയുക, നിർത്താൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ടും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് നല്ല ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി എഴുതും. അപ്പം അതേപോലെ ഇപ്പോൾ ആഗ്രഹം കിട്ടി.
ഇപ്പം അവൾക്ക് എത്ര 2 വയസ്സായി. ഈ മാർച്ച് 11 വന്നാൽ 2 വയസ്സായി. എനിക്ക് പിന്നെയും അവനെ കിട്ടുന്ന എനിക്കറിയാം. അവനെ എങ്ങനെ അല്ല, അവസാന നിമിഷം കൊണ്ട് അവനെ എങ്ങനെയും കിട്ടുന്ന എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. ആദ്യമൊന്നും അവനെ കിട്ടുന്ന ഇതില്ല. പിന്നെ ഇങ്ങനെയുള്ള അസുഖമാണ് അവിടെയുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടായാലും നമുക്ക് കുഞ്ഞിനെ എടുക്കാം, പക്ഷേ അമ്മനെയാണെന്നാണ് പറഞ്ഞാൽ അവരിങ്ങനെയൊക്കെ ഡോക്ടേഴ്സൊക്കെ കൂട്ടം കൂടിയത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാനും ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. എൻ്റെ ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ പ്രഗ്നൻ്റായ എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉറപ്പായാലും. കാരണം അവർക്ക് കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലാണ്ട് ദീർഘായുസ്സോടെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ബസ്സിലോ അല്ലെങ്കിൽ എവിടേക്കും പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് ഞാൻ ഓടി എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ അനുഭവിച്ചത് നമുക്കറിയാം. ദൈവമേ, അവർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കണേ, രണ്ടാൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടണേ. അത് നമ്മുടെ ആരോ നമുക്ക് ചിലപ്പോൾ അറിയുക പോലും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് അത് നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ദൈവമേ അവർക്കൊരു കുഴപ്പമില്ലാണ്ട് രണ്ടാൾക്കും ഒന്നുമില്ലാണ്ട് ദീർഘായുസ്സായി ഇരിക്കണേ. അപ്പോൾ ഡെലിവറി ഒന്ന് കഴിഞ്ഞ് കിട്ടണേ. അത് കഴിഞ്ഞിട്ടുള്ള ചിലപ്പോൾ നമ്മൾ അത് ചിന്തിക്കില്ല. ആ സമയത്ത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയാണ്. അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ചാനൽ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് പിന്നെ ഒന്ന് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നതും എൻ്റെ ഫോണ് കംപ്ലൈൻ്റാണ്. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഫ്രണ്ട് ക്യാമറയും കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഭയങ്കര എനിക്ക് എഡിറ്റിങ് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര നല്ല തെറ്റുണ്ടാവും. അപ്പോൾ ചിലർക്ക് വീഡിയോ ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ ക്ഷമിക്കുക. എനിക്ക് എന്താ പറയുക, സബ്സ്ക്രൈബറും വാച്ച് ടൈമും ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കതേ ഞാൻ പറയാനുള്ളൂ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നത് വേണ്ടിയിരുന്നില്ല, അത്രയും പ്രതീക്ഷ വേണ്ടിയിരുന്നില്ല. കാരണം കുറേ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ബൈ.